നേരെ മലപ്പുറത്ത് മറ്റൊരു പ്രകോപനം മുസ്ലിം ലീഗിൻ്റെ ഭാഗത്ത് നിന്നുണ്ടാവുകയാണ്. നമുക്കറിയാം പ്രേക്ഷകരെ, ഈ കേരളത്തിൽ എല്ലാ ക്ഷേത്രങ്ങളിലും കാലത്ത് ഭക്തിഗാനങ്ങൾ ഇടാറുണ്ട്. നമ്മളൊക്കെ കാലത്ത് എഴുന്നേൽക്കുന്നത് ഈ ഗ്രാമങ്ങളിൽ അമ്പലങ്ങളിലെ പാട്ടുകൾ കേട്ടുകൊണ്ടാണ്. എന്നാൽ മുസ്ലിം ലീഗ് ഇപ്പോൾ മലപ്പുറത്ത് ആഹ്വാനം ചെയ്യുന്നത് ക്ഷേത്രങ്ങളിൽ ഇത്തരത്തിലൊരു ഭക്തിഗാനസുധ അത് പുറത്തേക്ക് കേൾക്കേണ്ടതില്ല എന്നുള്ളതാണ്. എളവണ്ണ എന്ന് പറയുന്ന മലപ്പുറത്തെ പ്രദേശത്ത് UDFിൻ്റെ വിജയാഹ്ലാദത്തിനിടയിൽ മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകർ വിളിക്കുന്ന മുദ്രാവാക്യം ക്ഷേത്രങ്ങളിൽ നിന്നുള്ള പാട്ടുകൾ ഇനിയും പുറത്തേക്ക് കേൾക്കേണ്ട, അതെല്ലാം ഞങ്ങൾ നിർത്തും എന്ന രീതിയിലുള്ള പ്രകോപനപരമായ മുദ്രാവാക്യം ലീഗ് പ്രവർത്തകരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. ആദ്യം നമുക്ക് എന്താണ് ലീഗ് പ്രവർത്തകർ വിളിച്ച മുദ്രാവാക്യമെന്ന് കേൾക്കാം. അതിനുശേഷം ശിവദാസിലേക്ക് പോകാം. അമ്പലത്തിൽ വേണ്ടട്ടോ നാട്ടുകാർക്ക് ശല്യമുള്ള പാട്ടവിടെ ഉച്ചത്തിൽ വേണ്ടട്ടോ UDF സിന്ദാബാദ് ശിവദാസ് കൻപനം മലപ്പുറത്ത് നിന്ന് ചേരുകയാണ്. ശിവദാസ്, ഇത് ഒരു എടവണ്ണയിലെ മഹാവിഷ്ണു ക്ഷേത്രത്തിന് പരിസരത്തായാണ് ഈ മുസ്ലിം ലീഗിൻ്റെ ഈ രീതിയിലുള്ള പ്രകോപനപരമായിട്ടുള്ള മുദ്രാവാക്യം. അത് UDFിൻ്റെ വിജയാഹ്ലാദ പ്രകടനമാണ്. അധികാരം കിട്ടിയിട്ടില്ല, പ്രതിപക്ഷത്താണ് ഇരിക്കുന്നത്. പക്ഷേ ഏതെങ്കിലും രീതിയിൽ അടുത്ത തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ UDF അധികാരത്തിൽ വന്നാൽ അമ്പലങ്ങളിലെ പാട്ടുൾപ്പെടെ ഞങ്ങൾ നിർത്തലാക്കും എന്നതാണോ മുസ്ലിം ലീഗുകാരുടെ മുദ്രാവാക്യത്തിൻ്റെ ഉള്ളടക്കം? തീർച്ചയായും ഗൗതം സൂചിപ്പിച്ചതുപോലെ തന്നെ നിലവിൽ അധികാരം UDFിന് ലഭിച്ചിട്ടില്ല. ഇപ്പോൾ തന്നെ ഇത്തരത്തിലുള്ള കൃത്യമായൊരു ന്യൂനപക്ഷ പ്രീണനം അവർ തുടങ്ങിയിട്ടുണ്ട്. അത്തരത്തിൽ പ്രീണനത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇപ്പോൾ ഈ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിലടക്കം പല ഇടങ്ങളിലും UDF വലിയ മുന്നേറ്റം നടത്തിയത്. ജമാഅത്തെ ഇസ്ലാമി പോലുള്ള മതമൗലികവാദ സംഘടനകളെ കൂട്ടുപിടിച്ചുകൊണ്ട് ഉള്ള ഒരു തെരഞ്ഞെടുപ്പ് വിജയമാണ് ഈ ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പിൽ UDFിന് ഉണ്ടായിരിക്കുന്നത്. അതിന്റെ കൃത്യമായ ഒരു ഉദാഹരണം കൂടിയാണ് ഇപ്പോൾ മലപ്പുറത്ത് എടവണ്ണ എന്ന ഈ എടവണ്ണ പഞ്ചായത്തിൽ നടന്നിരിക്കുന്ന ഈ സംഭവം. അതായത് എടവണ്ണ പഞ്ചായത്തിൽ ഉള്ള ഒരു വിഷ്ണു ക്ഷേത്രം, കൊളപ്പാട് എന്ന സ്ഥലത്തുള്ള മഹാവിഷ്ണു ക്ഷേത്രത്തിൽ അതിരാവിലെ ഭക്തിഗാനം വെക്കാറുണ്ട്. ഈ ഭക്തിഗാനത്തിന് എതിരെയാണ് UDFുകാർ ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്. ഇവിടെ ഭക്തിഗാനം വെക്കാൻ പാടില്ല, ഇത് നാട്ടുകാർക്ക് ശല്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ പ്രതിഷേധം ഉയർത്തുന്നു, മുദ്രാവാക്യങ്ങൾ ഉയർത്തുന്നു. മുദ്രാവാക്യമൊക്കെ നമ്മൾ കേട്ടു. ഇത് നാട്ടുകാർക്ക് സ്വൈരം ഉണ്ടാക്കുന്നു എന്ന് പറഞ്ഞാണ്. സാധാരണ അതിരാവിലെ വെക്കുന്ന ഭക്തിഗാനമാണ്, പ്രത്യേകിച്ച് സുപ്രഭാതം. അത് ഏകദേശം 5 മണിയോടുകൂടി വെക്കുന്നതാണ്. മറ്റാർക്കും ശല്യമില്ലാത്ത രീതിയിലാണ് വെക്കുന്നത്. കൃത്യമായി തന്നെ പോലീസിന്റെ പെർമിഷൻ എടുത്തുകൊണ്ടാണ് ഇവിടെ ഇത്തരത്തിൽ ഭക്തിഗാനം വച്ചിരിക്കുന്നത്. ഇങ്ങനെ നിയമപരമായി തന്നെ കൃത്യമായ കാര്യങ്ങൾ ചെയ്തുകൊണ്ടാണ് ക്ഷേത്ര കമ്മിറ്റി ഈ ഒരു ഭക്തിഗാനം വെച്ചിരിക്കുന്നത്. പക്ഷേ ഇതിനെതിരെയാണ് UDFുകാർ ഇപ്പോൾ കഴിഞ്ഞ ദിവസം UDF ഈ ഒരു വാർഡിൽ വിജയിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ അവർ അവിടെ ആഹ്ലാദ പ്രകടനം നടത്തി. ഈ ക്ഷേത്രത്തിന് മുൻപിൽ എത്തിയപ്പോഴാണ് നമ്മൾ അല്പം മുൻപ് കേട്ട ആ മുദ്രാവാക്യം അവർ ഉയർത്തിയിരിക്കുന്നത്. അതായത് ക്ഷേത്രത്തിൽ ഇത്തരത്തിലുള്ള പൊതുജനങ്ങൾക്ക് ശല്യമാകുന്ന തരത്തിൽ ഗാനങ്ങൾ വെക്കാൻ പാടില്ല, ഭക്തിഗാനങ്ങൾ വെക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ടുള്ള ആ മുദ്രാവാക്യം ഇത് കൃത്യമായ ഒരു കടന്നുകയറ്റം കൂടിയാണ്. നമുക്കറിയാം കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി ഹൈന്ദവ വിശ്വാസങ്ങളെ ഹനിക്കുന്ന തരത്തിലുള്ള ഒരു ഇടപെടൽ ഇടതിന്റെയും വലതിന്റെയും മുന്നണികളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട്. ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ ന്യൂനപക്ഷ പ്രീണനത്തിന്റെ ഭാഗമായി അത്തരം മതമൗലികവാദ സംഘടനകളുമായി UDF കൂട്ടുപിടിച്ചുകൊണ്ട് തിരഞ്ഞെടുപ്പ് വിജയിച്ചിട്ടുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടി അല്ലെങ്കിൽ അവരെ കാണിക്കാൻ വേണ്ടി ഇത്തരത്തിലുള്ള പല കാര്യങ്ങൾ ചെയ്യുന്നു. ഇതോടൊപ്പം ഹൈന്ദവ വിശ്വാസങ്ങളെ ഹനിക്കുന്ന തരത്തിലുള്ള ഇടപെടൽ അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു. പൂർണ്ണമായും ഇത്തരത്തിലുള്ള കൃത്യമായ ഒരു കടന്നുകയറ്റം ഹിന്ദു വിശ്വാസങ്ങൾക്ക് നേരെയും ആരാധനാലയങ്ങൾക്ക് നേരെയും ഉണ്ടാകുന്നു. അതിന്റെ ഒരു ഉദാഹരണം കൂടിയാണ് മലപ്പുറത്ത് ഇപ്പോൾ നമ്മൾ കണ്ട ഈ പ്രകടനം. മാത്രമല്ല മലപ്പുറം ജില്ലയിൽ പല ഇടങ്ങളിലും പള്ളികളിൽ അടക്കം നിരവധി പള്ളികൾ മലപ്പുറം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നുണ്ട്. ഈ പള്ളികളിലെല്ലാം തന്നെ ബാങ്ക് വിളി ഉണ്ട്. തുടർച്ചയായി കൃത്യമായ സമയങ്ങളിൽ ബാങ്ക് വിളിക്കുന്ന ഒരു ദിവസം 5 സമയത്ത് ബാങ്ക് വിളിക്കാറുണ്ട്. ആ സമയങ്ങളിലൊക്കെ ബാങ്ക് വിളിക്കാറുണ്ട്. അതോടൊപ്പം തന്നെ രാത്രി കാലങ്ങളിൽ വ്യത്യസ്ത പരിപാടികൾ പള്ളികൾ കേന്ദ്രീകരിച്ച് നടത്താറുണ്ട്. ഇതെല്ലാം തന്നെ മൈക്ക് വെച്ചുകൊണ്ട് വലിയ ഉച്ചത്തിലാണ് ഇതിന്റെ ശബ്ദങ്ങൾ ഉണ്ടാകുക. അതായത് സ്വലാത്ത് പോലുള്ള പരിപാടികൾ സംഘടിപ്പിക്കാറുണ്ട്. ഇത്തരത്തിൽ വിവിധ പരിപാടികൾ ഈ ഒരു മുസ്ലിം മതവിഭാഗത്തിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നുണ്ട്. പക്ഷേ അതായത് ശിവദാസ്, ഇത് ഈ ദൃശ്യങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇത് ലീഗിന്റെ പ്രവർത്തകർ മാത്രമല്ല, അവിടെ വീശുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ കൊടിയാണ്. ഒരു UDFിന്റെ പ്രകടനമാണ് നടക്കുന്നത്. ഒരുപക്ഷെ അതിൽ കൂടുതൽ ലീഗുകാരായിരിക്കാം. ലീഗിൻ്റെ പ്രവർത്തകർ മാത്രമല്ല, കോൺഗ്രസ്സുകാരും എല്ലാവരുമുണ്ട്. അപ്പോൾ UDF അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ കേരളത്തിലെ സാഹചര്യം എന്താണ് എന്ന കൃത്യമായ സന്ദേശം നൽകുന്നതാണ് ഈ പ്രകടനവും മുദ്രാവാക്യവും ഒക്കെ.
തീർച്ചയായും അത്തരത്തിൽ തന്നെ. കാരണം UDF ആണ് അവിടെ വിജയിച്ചിരിക്കുന്നത്. UDF മുന്നണി ആയിട്ടാണ് ആ വാർഡിൽ വിജയിച്ചിരിക്കുന്നത്. കൊളപ്പാട് എന്ന സ്ഥലത്ത് 6ാം വാർഡിൽ കണ്ട ഒരു സംഭവമാണ് ഇത്. അതായത് ഒരു മുന്നണിയായി UDF മുന്നണിയായിട്ടാണ് ആ വാർഡിൽ വിജയിച്ചിരിക്കുന്നത്. കോൺഗ്രസുകാരും ഉണ്ട്, അതോടൊപ്പം തന്നെ ലീഗുകാരും ആ പ്രകടനത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. കാരണം ഒരുമിച്ച് നിന്ന് പ്രവർത്തിച്ച് വിജയിച്ചത് കൊണ്ട് തന്നെ ഒരുമിച്ചുള്ള ഒരു പ്രകടനമാണ് അവർ നടത്തിയിരിക്കുന്നത്.